Welcome back to another video of Mom Updates. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ് ആണ് കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നില്ല, കുഞ്ഞു കുറച്ചേ കഴിക്കുന്നുള്ളൂ, അങ്ങനത്തെ കുറേ കംപ്ലൈന്റ്സ് വരാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരൂ എന്നാണ് പറയാ. അപ്പോൾ എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ ഇവരുടെ ഫുഡ് ഹാബിറ്റ്സിനെ നമുക്കൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പിൽ തന്നെ ഞാൻ പറയണം, ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് 2 ദിവസം ട്രൈ ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു 10 ദിവസം ഇതിനു വേണ്ടി മെനക്കെടാമെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. നിങ്ങളോർക്കും ആദ്യമേ തന്നെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. കാരണം ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല ഒരു കുഞ്ഞിന്റെ സ്വഭാവത്തിലും ഒരു കുഞ്ഞിന്റെ റൂട്ടീനിലും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 10 ഡേയ്സ് നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിങ്ങളുടെ കുഞ്ഞിന്റെ ഫുഡ് ഹാബിറ്റിൽ നല്ലൊരു വ്യത്യാസം വരും. സോ വിത്തൗട്ട് ഫോർദർ ഡ്യൂ നമുക്ക് തുടങ്ങാം. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോഴ്സ് ഫീഡിങ്. കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ച് അവർക്ക് 2 അടിയൊക്കെ കൊടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കാതിരുന്ന് ഈ ഫുഡ് എന്ന് പറഞ്ഞ സംഭവത്തിനെ അവർ ദിവസം തോറും വെറുത്ത് വരത്തിയുള്ളൂ. ഒന്നാമത്തെ കാര്യം നമ്മൾ അത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ അടിക്കാതിരിക്കും ചേച്ചി, ഒരു വക കഴിക്കില്ല, ഇത് മെലിഞ്ഞാണ് ഇരിക്കുന്നത്, ഇത് ഒന്നും കഴിക്കില്ല, ആകെ കൂടി കഴിക്കുന്ന 2 സ്പൂണാണ്, അപ്പൊ 2 സ്പൂണോട് കഴിപ്പിക്കാൻ ഞാൻ ഉറപ്പായിട്ട് ഒരു അടി കൊടുക്കും. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യം ഇത് വർക്ക് ആവാനേ പോകുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ദൈവം പറഞ്ഞുതരാം കേട്ടോ. അപ്പോ നിങ്ങളിപ്പോ വിചാരിക്കുന്നതാണ് 2 സ്പൂൺ ഫുഡേ കഴിക്കുന്നുള്ളൂ, 4 സ്പൂൺ ഫുഡേ കഴിക്കുന്നുള്ളൂ, മതി, 4 സ്പൂൺ കഴിച്ചാൽ മതി. പക്ഷെ അപ്പൊ നമ്മളാണ് സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതായത് കുഞ്ഞ് കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുന്ന ഫുഡ് കുഞ്ഞിന് ഒരുപാട് ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കണം. ക്വാളിറ്റി ഉള്ള ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ഫുഡിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തത് ക്വാളിറ്റി ഉള്ള ഫുഡാക്കി മാറ്റും. പക്ഷെ ഈ ഒരു പരിപാടി ഒരു 6 മന്ത്സിലൊന്നും നടക്കത്തില്ല. കാരണം 6 മന്ത്സിൽ 3 days റൂൾ അറിയാലോ, അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് തന്നെ വേണം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഒരു ടോഡലർ ഏജിലേക്ക് എത്തുന്ന കുഞ്ഞിന്, അതായത് 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിന് അല്ലെങ്കിൽ ഏകദേശം ഒരു 8-9 മാസം എത്തിയ കുഞ്ഞിന് നമ്മൾ പല ഫുഡ് പല ടൈമിൽ കൊടുത്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം അലർജി ഇല്ലാത്ത ഫുഡ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ 1-2 ഫുഡുകൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ 2 ഫുഡിന്റെയും ഗുണം കുഞ്ഞിന് അറ്റ് എ ടൈമിൽ കിട്ടും. സേ ലൈക്ക് ഇപ്പൊ നമ്മൾ ഓട്സ് പോറിജ് ഉണ്ടാക്കുകയാണ് രാവിലെ, നമ്മൾ ഓട്സ് മാത്രമായിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓട്സിനുള്ള ഗുണങ്ങൾ മാത്രമേ കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയുള്ളൂ. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യാം, ലൈക്ക് ബനാന ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൾ ആഡ് ചെയ്യാം, അങ്ങനത്തെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതൊരു സ്വീറ്റ്നറുമായി അറ്റ് ദ സെയിം ടൈം അവർക്ക് ആ ഒരു ഫ്രൂട്ടിന്റെ ബെനിഫിറ്റും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു നട്ട് പൗഡർ അല്ലെങ്കിൽ ഡേറ്റ്സിന്റെ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതും കുഞ്ഞിന് നല്ലൊരു എന്താ പറയുക കുറച്ചും കൂടി എനർജി അവർക്ക് പ്രൊവൈഡ് ചെയ്യും. സോ 4 സ്പൂൺ ഫുഡ് മാത്രം കഴിക്കുന്ന കുഞ്ഞ് 4 സ്പൂൺ ഫുഡ് തന്നെ കഴിക്കുമ്പം അവർക്ക് അതിനകത്തു നിന്ന് നോർമലി കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ എനർജിയാണ് കിട്ടുന്നത്. ആ ഒരു വേയിൽ അവരുടെ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പറ്റും. ഹെൽത്തി വെയിറ്റിന് ഞാൻ പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും കുഞ്ഞിനെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മെലിഞ്ഞിരിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് അവരുടെ ഹെൽത്ത് കുറവാണ് അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കുഞ്ഞ് നോർമലി വളരെ ആക്റ്റീവാണ്. പിന്നെന്താണ് മൈൽ സ്റ്റോൺസ് ഒക്കെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ജസ്റ്റ് എന്താണ് അവർ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ഇഡ്ഡലി, ക്യാരറ്റ്സ് സ്റ്റഫ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇതിന്റെയൊക്കെ റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല ദിവസങ്ങളും മാറി ചെയ്ത് നോക്കും. ഒരു തവണ കൊടുത്തുകൊണ്ട് മാത്രം ഒരു കുഞ്ഞും ഒരു ഫുഡും ആക്സെപ്റ്റ് ചെയ്യില്ല. യു ഹാവ് ടു റിപ്പീറ്റഡ്ലി ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ അറ്റ് സം ലെവൽ ലൈക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് ശേഷം ഉറപ്പായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാവും. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനെ തനിയെ ഇരുത്തിയാണ് പലപ്പോഴും ഭക്ഷണം കൊടുക്കുക. ആ ഒരു പരിപാടി അങ്ങനെ അവസാനിപ്പിക്കും. എപ്പോഴും ഫാമിലി ഫുഡ് കഴിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു ഫുഡ് എന്നുള്ള ഒരു ഹോൾ കോൺസെപ്റ്റ് തന്നെ അവർക്ക് മനസ്സിലാവും. എല്ലാവരും ചേർന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റിലോട്ട് അവർ കൂടുതലായിട്ട് വരും. തന്നെയല്ല എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് അതിനകത്ത് അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. അവർ ചുമ്മാ ഇരിക്കുന്ന അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് പെട്ടെന്ന് തന്നെ ബോറടിക്കും. അപ്പോൾ അവര് ഫുഡ് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് ഓടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അവരെ എൻഗേജ്ഡ് ആക്കി വെക്കുക. കുറച്ച് ഫുഡ് അവരുടെ മുമ്പിലും കൊടുക്കുക. ഒരു പാത്രത്തിനകത്ത് അവർ മറിച്ചൊക്കെ ഇടും, ഉറപ്പാണ്. അതൊരു മെസ്സി പ്ലേ തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. പക്ഷെ ആ ടെക്സ്ചർ അറിയുകയും അവർക്ക് ആ സാധനങ്ങളൊക്കെ തൊടാനും ഇപ്പൊ ഒരു കപ്പാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആണെങ്കിലും ഒക്കെ അവർക്കും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമ്പോൾ അവർ ആ പ്ലേസിൽ കുറച്ചു നേരം കൂടി ഇരിക്കാനും 1-2 ഭക്ഷണം കൂടെ കൂടുതൽ കഴിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്.
എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സക്ഷൻ ഉള്ള പ്ലേറ്റ്സ് കിട്ടും. അങ്ങനത്തെ സക്ഷൻ പ്ലേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഒരു സിബി കപ്പിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നോൺ സ്പില്ലാണ്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അതിനുശേഷമുള്ള ക്ലീനിങ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അൺനെസസറി ആയിട്ട് സ്നാക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അയ്യോ കുഞ്ഞൊന്നും കഴിച്ചില്ല, എന്നാൽ പിന്നെ അവൻ 2 ബിസ്ക്കറ്റ് എങ്കിലും കഴിച്ചോട്ടെ എന്നോർത്ത് ബിസ്ക്കറ്റ് കൊടുക്കും. ഈ ബിസ്ക്കറ്റിനകത്തുള്ളത് ഭയങ്കര ഷുഗർ കണ്ടന്റും ഭയങ്കര എനർജി ലെവൽസ് ആണ് ആ 2 ബിസ്ക്കറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഒരു സമയത്ത് ഫുഡ് കഴിക്കണം എന്നേ തോന്നില്ല. അതായത് അവർ നോർമൽ ഫുഡ് കഴിക്കേണ്ട സമയത്ത് അവർ അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കത്തില്ല. അത് നമ്മൾ തന്നെയാണ് അങ്ങനത്തെ ഒരു ഹാബിറ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പൊ അതും ഗ്രാജുവൽ ആയിട്ട് കട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ 1 വയസ്സ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5 വയസ്സൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് ചിലപ്പോൾ മധുരമുള്ളത് മാത്രം കഴിക്കാനായിരിക്കും ഇതുവരെയുള്ള ഫുഡ് ഹാബിറ്റ് കൊണ്ട് അവർക്ക് ഇഷ്ടം. അപ്പൊ ബിസ്ക്കറ്റിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മസ് ഇല്ലേ, നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ, അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾക്ക് ചെറുതായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. 1.5 വയസ്സൊക്കെ ഉള്ള കുഞ്ഞിന് അത്യാവശ്യം പല്ലൊക്കെ ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് പറ്റുന്നുണ്ടാവും. പിന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്, നീ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിനക്ക് ചോക്ലേറ്റ് തരാന്ന് പറയും. അപ്പൊ കുഞ്ഞെന്താ വിചാരിക്കുക, ഫുഡ് ആകെ അവൻ 2 വായും കഴിക്കും, അതിനുശേഷം കിട്ടുന്ന ചോക്ലേറ്റ് ആവും അവൻ കൂടുതൽ കഴിക്കും. ഇങ്ങനത്തെ കുഞ്ഞിനെ ബ്രൈബ് ചെയ്യുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിവതും കുഞ്ഞിലേ തൊട്ട് പഠിപ്പിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പുറത്തൊക്കെ കടയിൽ പോകുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റ്, അവർ നമ്മളുടെ ഒപ്പം വരുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ അവർക്ക് അറിയാം ഇത് വീട്ടിലുണ്ട്, ഞാൻ കുറച്ചു നേരം ഇതിനു വേണ്ടി മല്ലു പിടിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾ തന്നെ ഗ്രാജുവലി കട്ട് ഡൗൺ ചെയ്യുന്നതായിരിക്കും കുഞ്ഞിന്റെ ഹെൽത്തിനും ഒക്കെ നല്ലത്. പിന്നത്തെ ഒരു അടിപൊളി പരിപാടിയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള കപ്സ്, പ്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഒരു അടിപൊളി ഓപ്ഷനാണ്. കാരണം എന്താ പറയുക, ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് തീം ബേസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ്, കപ്സ് ഒക്കെ കിട്ടും. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരു പ്രായം എത്തി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ആൾക്കാരൊക്കെ ഉണ്ടാവും, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോ ലൈക് ഡോറ, പോ പെട്രോൾ, പെപ്പ എന്നൊക്കെ പറഞ്ഞാൽ കുറെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സമയം അവർ കാണുന്നില്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ തീം ബേസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ്, കപ്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിനെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബിൽഡപ്പ് സ്റ്റോറീസ് ഒക്കെ കൂടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് അവരുടെ ഫുഡ് ഇൻടേക്കിനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. കാർട്ടൂൺ ക്യാരക്ടർ ബേസ്ഡ് അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ കാറിന്റെ ഷേപ്പിലുള്ള പ്ലേറ്റ്സ് അല്ലെങ്കിൽ മുയലിന്റെ ഷേപ്പിലുള്ള പ്ലേറ്റ്, അതൊക്കെ ഇങ്ങനെ ഡിവൈഡഡ് പോർഷൻസ് ആയിട്ട്, ചെറിയ ഒരു കുട്ടി പോർഷൻ ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ പല പല ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കത് ഒരു പരിധി വരെയൊക്കെ കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് ഫുഡിന്റെ കാര്യത്തിൽ അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുക, എന്താണ് അവർക്ക് കഴിക്കാൻ വേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഫ്രീഡം കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അവരാകെ ബിസ്ക്കറ്റും ചോക്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ കഴിക്കും. അവർക്ക് 3 ഓപ്ഷൻസ് അല്ലെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് 4 ഹെൽത്തി ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾ ഇതിൽ എന്താണ് കഴിക്കാൻ ചോദിക്കും. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ അവരുടെ ഇഷ്ടത്തിനാണ് കഴിക്കുന്നത് എന്നുള്ള ഒരു ഫീല് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു 2-3 കപ്പ് അല്ലെങ്കിൽ 2-3 പ്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് വെക്കാം. എന്നിട്ട് അവരോട് തന്നെ ചോദിക്കാം, മോനിന്ന് ബ്ലൂ പ്ലേറ്റിലാണോ കഴിക്കുന്നത്, മോനിന്ന് പെപ്പയുടെ പ്ലേറ്റിലാണോ കഴിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർക്ക് തന്നെ ചൂസ് ചെയ്ത് ഇന്ന് ഞാൻ സ്പൈഡർമാൻ പ്ലേറ്റിലാണ് കഴിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആക്കുക. ഒരു സംഭവം എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടാക്കുക. ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെക്കാട്ടി കൂടുതൽ അവർക്ക് എഴുന്നേറ്റ് ഓടി കളിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. ഇപ്പൊ കുഞ്ഞിനെയാണെങ്കിൽ തന്നെ വലിയ പാടാണ് ഫുഡിന് ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വെറൈറ്റീസ് കൊണ്ടുവരാം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ. ഇപ്പൊ 18 months ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പിസ്സ എന്താണ്, ബർഗർ എന്താണ്, അങ്ങനത്തെ സംഭവങ്ങൾ. നിങ്ങൾ അതിന്റെയൊക്കെ ഒരു മിനി വേർഷൻസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. പിസ്സ ഉണ്ടാക്കുന്നതിന് വേറെ ഓംലെറ്റിനകത്ത് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഒരു മിനി പിസ്സ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ, പിസ്സ പോലെ മിമിക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ കുഞ്ഞ് കഴിച്ചേക്കും. അപ്പോൾ വെറൈറ്റീസ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഒരു 10 days കൊണ്ട് ഒരു വ്യത്യാസം വന്നു തുടങ്ങും. ഓവർ എ പീരീഡ് ഓഫ് 3 weeks എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കാര്യങ്ങൾ ഒരു 3 ആഴ്ച കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞ് പതിയെ പതിയെ ഫുഡ് കഴിച്ചു തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്താണ് റിസൾട്ട് എന്ന് പറയാം. എനിക്ക് ആരുടെയും കമന്റ് ഇന്നും നാളെ ഒന്നും വേണ്ട കേട്ടോ. എനിക്ക് ഒരു കമന്റ് ചേച്ചി ഇത് വർക്കായില്ല എന്ന് 21 ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അതുവരെ ആരും ഇവിടെ വന്നിട്ട് അയ്യോ ഇതൊന്നും ചെയ്തിട്ടും ഒന്നും വർക്കായില്ല എന്ന് ആരും പറയണ്ട. കമന്റ് സെഷൻ വിൽ ബി ഡിസേബിൾഡ് ഫോർ 3 weeks. ഓക്കെ?
അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ വർക്ക് ആയെന്ന് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഓൺ ദ വേ ആണ്. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.